സിസ്റ്റേഴ്സ്, നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും പെട്ടെന്ന് തന്നെ നടന്നിരുന്നെങ്കിലോ? നിങ്ങളുടെ എല്ലാ ഗോളുകളും ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ, അതായത് 2025 എല്ലാ ഗോളുകളും ഈ ഒരു വർഷത്തിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നെങ്കിലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്കിൽ വളരെ പവർഫുൾ ആയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഈ വർഷത്തെ 2025 ഗോൾസ് എല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. വളരെയധികം ഫീലിങ്ങോടെ, വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളത് അച്ചീവ് ചെയ്തു എന്ന രീതിയിൽ തന്നെ ആ ഗോൾസ് എഴുതി വെക്കുക. ആവശ്യമായിട്ടുള്ളത് 2 ബോക്സസ് ആണ്. അതല്ലെങ്കിൽ 2 പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കാം, അതല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ 2 ബോക്സ് എടുത്തിട്ട് അതിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേളിൽ ലിഡിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ഒരു പേപ്പർ അതിനകത്തേക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പണിംഗ് ആക്കി വെക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ ഗോൾസ് എല്ലാം ഒരു ഫുൾ ലിസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ആ പേപ്പർ കയ്യിലെടുത്ത് വളരെയധികം നല്ലതുപോലെ പ്രാർത്ഥിച്ച് നിങ്ങൾക്കതെല്ലാം അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ പേപ്പറിനെ ബോക്സ് 1 നിക്ഷേപിക്കുക. ഈ ബോക്സ് 1 നമുക്കൊരു പേര് കൊടുക്കാം, മൈ ഡ്രീം ബോക്സ്. ഞാൻ അങ്ങനെയായിരുന്നു പേര് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ബോക്സിന് നമുക്ക് പേര് കൊടുക്കാം, മാജിക് ബോക്സ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളെല്ലാം, ഈ ഫുൾ ലിസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ മെയിൻ ലിസ്റ്റിലെ ആഗ്രഹങ്ങളെ നിങ്ങൾ ചെറിയ ചെറിയ തുണ്ട് പേപ്പറുകളിലാക്കിയിട്ട് ഓരോ ആഗ്രഹങ്ങളാക്കി ഈ മൈ ഡ്രീം ബോക്സിലേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനിയുള്ള പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗോൾ അച്ചീവ് ആകുന്ന ദിവസം ഈ ഡ്രീം ബോക്സിൽ നിന്നും ആ ഒരു ചിറ്റ് എടുത്തിട്ട് അച്ചീവായ ദിവസം അതിനകത്ത് എഴുതി വളരെയധികം സന്തോഷത്തോടെ, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ, നന്ദി പറഞ്ഞുകൊണ്ട്, യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് സെക്കൻഡ് ബോക്സായ മാജിക് ബോക്സിലേക്ക് ഇടുക. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴും നിങ്ങൾ ഈ മാജിക് ബോക്സിലേക്ക് ഒരുപാട് പേപ്പേഴ്സ് ഇടും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലോ ഫീൽ ചെയ്യുന്നു, അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ചെറിയൊന്ന് ഡെസ്പായിട്ടിരിക്കുമ്പോൾ ഒരു മോട്ടിവേഷനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ പവറിനകത്തൊരു വിശ്വാസം ഊട്ടിയുറപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ മാജിക് ബോക്സ് തുറന്ന് നിങ്ങൾ അച്ചീവ് ചെയ്ത ലോ ഓഫ് അട്രാക്ഷൻ വഴി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്കെടുത്ത് വായിക്കാം. ഡയറിയിൽ എഴുതുന്നതും നല്ലതാണ്, പക്ഷെ അതിനേക്കാളും വളരെയധികം പവർഫുള്ളാണ് ഈ മാജിക് ബോക്സ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക, മൈ ഡ്രീം ബോക്സ് ആൻഡ് മാജിക് ബോക്സ്. നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹം ഈ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാജിക് ബോക്സിനകത്ത് എത്രത്തോളം മാനിഫെസ്റ്റേഷൻ നടന്നു എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.